ഇതിപ്പം സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അനുദിനം ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മോശമായൊരു തലത്തിലേക്ക് ഇത് നീങ്ങി പോവുകയാണ്. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ആകർഷണീയമായ ഒരു സാങ്കേതിക തലം എന്നുള്ള നിലയിൽ ഇതിന്റെ ഒരു വലയം വളരെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ റിൻസി മുംതാസ് എന്ന് പറയുന്നവരുടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇപ്പൊ 22 ഗ്രാം MDMA കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചത്. അവരുടെ ഒരു സഹായിയായ ഒരു യാസർ അറാഫത്ത്, കോഴിക്കോടുകാരൻ, അയാളെ പിന്തുടർന്നാണ് റിൻസിയിലേക്ക് എത്താൻ പറ്റിയത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനിയും റിൻസിക്ക് എവിടെ നിന്നത് കിട്ടുന്നു എന്നുള്ളത് ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം. പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഇതൊരു 2-3 കൈമറിഞ്ഞൊരു വലിയ മാഫിയ ആയിട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചതിന്റെ ഒരു വലിയ മാഫിയ ഉണ്ട്. അവിടെ നിന്നാണ് പലപ്പോഴും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എത്തുന്നത്. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1 ഗ്രാം ഇവിടെ എത്തിച്ചാൽ 1000 രൂപ വരെ കിട്ടും. 10 ഗ്രാം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചാൽ 10,000 രൂപ വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 10 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ വളരെ നമുക്ക് എവിടെയും ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ ഇത് പിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവര് മാഫിയകൾ തമ്മിലുള്ള ഒരു കുടിപ്പകയുണ്ട്. ഒരാൾ പെട്ടെന്ന് ഇതിനകത്ത് കാശുണ്ടാക്കി വളരുമ്പോൾ അയാളോടൊപ്പം നിന്നതോ അല്ലെങ്കിൽ അയാളെ പോലെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റാതെയോ വരുന്ന ഇത്തരം കണ്ണികളിൽ പെട്ടവര് പോലീസിനോ എക്സൈസിനോ ഒറ്റുകൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും പിടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോൾ ഈ മുംതാസിന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സിനിമാ മേഖലയിലേക്ക് തന്നെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു മാഫിയയെ തന്നെ പിടികൂടാനുള്ള ഒരു പാതയായിട്ട് തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. കാരണം അത്രത്തോളം കോണ്ടാക്ട്സ് ആണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലൊക്കെ കൂടുതൽ ബന്ധങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവർ കൂടുതലും യൂട്യൂബിലൂടെയൊക്കെ പ്രൊമോഷൻ നടത്തുമ്പോൾ അത് സാധാരണ ആളുകളെയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഘടകമാണല്ലേ? അതെ 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 ഇതിനകത്ത് സിനിമ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ മാധ്യമമാണ്. ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. സാധാരണക്കാരെ, ജനങ്ങളെ, ആസ്വാദകരെ ആകർഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സിനിമയിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. ഒരു സിനിമയ്ക്ക് കാര്യമായ പ്രൊമോഷൻ കൊടുക്കുന്ന യൂട്യൂബറെ അവർക്ക് വലിയ കാര്യമായിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ ഇത്തരം പ്രൊമോഷനുകളാണ് സിനിമയെ വലിയ ലാഭത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അതിന് സഹായകമായി നിൽക്കുന്ന യൂട്യൂബർമാരെ സിനിമാ മേഖലയിലും വലിയ താല്പര്യത്തോടു കൂടിയാണ് അവർ കാണുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, പാകിസ്ഥാനില് ചോർത്തിക്കൊടുത്ത ഒരു യൂട്യൂബറെ പോലും കേരളത്തിൽ നമ്മുടെ ടൂറിസം പോലെയുള്ള കാര്യങ്ങളിൽ അത് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. പക്ഷെ അത്തരം പ്രാധാന്യം ഈ യൂട്യൂബർമാർക്ക് കിട്ടും. അപ്പൊ അത് വെച്ചുകൊണ്ടാണ്, അതിന്റെ മറവിലാണ് ഇവരിപ്പോൾ ഈ വ്യാപകമായ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം നടക്കുന്നത്. എപ്പോഴും മയക്കുമരുന്നിന്റെ മാഫിയ നോട്ടമിടുന്നത് എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അവര് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 10-40 കുട്ടികൾ എവിടെങ്കിലും ഒരു കളിസ്ഥലത്ത് കൂടുകയാണെങ്കിൽ ആ 40 കുട്ടികളിൽ മിടുക്കരായ 1-2 പേരെ പിടിച്ചാൽ ആ 40 പേരെ കൂടി ഇതിനകത്ത് കണ്ണിയാക്കാം എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഈ ലഹരി മാഫിയ നീങ്ങുന്നത്. സർ, ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ സംസ്ഥാനത്തെ സിനിമകളുടെയൊക്കെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, കഥയില്ലെങ്കിൽ പോലും കുറച്ച് ആളുകളെ വെച്ച് തട്ടിക്കൂട്ടി സിനിമ ഇറക്കുന്നു, അതിൻ്റെ പേരിൽ വലിയൊരു പ്രൊമോഷൻ നടത്തുന്നു, പരാജയമാകുന്നു. പക്ഷേ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, തുടർന്ന് ആ മാസം അല്ലെങ്കിൽ പിറ്റത്തെ മാസം തന്നെ അവർ മറ്റൊരു സിനിമയ്ക്കായി കമ്മിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു പ്രവണത ഇതെങ്ങനെയാണ് ഈ ഒരു സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയധികം പണം ലഭിക്കുന്നത്? അതിൻ്റെയൊക്കെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട സോഴ്സ് ഒക്കെ അന്വേഷിക്കണ്ടേ? കാരണം ഇതൊക്കെ ഇതിന്റെ ഒരു പാതയുമായി അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു വിപണന തന്ത്രമായിട്ട് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയല്ലേ? അത്തരത്തിലൊരു അന്വേഷണം കൂടെ വേണ്ടേ? അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ സത്യം. ഒരു 4 തട്ടുകളിലായി ഇതിന്റെ വ്യാപനം ക്രമപ്പെടുത്തുന്നെങ്കിൽ ഒരു 1-2 തട്ടുകൾ കൊണ്ട് അന്വേഷണം അവിടെ അവസാനിക്കുക. ഈ പിടിക്കപ്പെടുന്ന ആൾ സ്വാഭാവികമായി പ്രതിയാവും. പരമാവധി ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് അന്വേഷണങ്ങൾ പലതും കടന്നു ചെല്ലാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഇടപെടലാകാം, ചിലപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് അതിനുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഇല്ല,
സഫീഷ്യന്റ് ആയിട്ടുള്ള എക്സൈസ് ഇല്ല. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ തന്നെ പോലീസിൽ തന്നെ ഒരു 7,000-ഓളം പോലീസിൽ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. 58,000 പോലീസ് ഉള്ളതിനകത്ത് 7,000 പേരുടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നു. എക്സൈസ് 3,800-ഓളം എക്സൈസ് ഉള്ളതിനകത്ത് 600-ഓളം വേക്കൻസി അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം സഫീഷ്യന്റ് ആയിട്ടുള്ള സംവിധാനം ഇതിനില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ബഹളം വരുമ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക വിങ്ങിനെ രൂപപ്പെടുത്തുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറി ആ വിങ്ങിനെ തന്നെ എടുത്ത് വേറെടുത്തോട്ട് രൂപപ്പെടുത്തും. അപ്പൊ ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് നെല്ലുള്ളത് പിന്നെ പറക്കിളക്കുന്നു, അത് കഴിയുമ്പോൾ അത് ചങ്ങഴി കളക്കുന്നു, പിന്നെ നാഴി കളക്കുന്നു. ആകെയുള്ള ടോട്ടൽ നെല്ലെന്ന് പറയുമ്പോൾ ഈ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഈ 3 അടുത്ത് അളന്നിട്ട് 3 കണക്കുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റുന്നു എന്നല്ലാതെ ഇതിന് ശക്തമായിട്ട് ഇതിനെ നേരിടാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, കഞ്ചാവ് പിടിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഇത്. കഞ്ചാവ് ഇപ്പം പിന്നെ ഛത്തീസ്ഗഡിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ ഒരു 5 കിലോ കഞ്ചാവ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു അത്യാവശ്യം ഒരു വലിയ പൊടിയാണ്. അത് കണ്ടെത്താനൊക്കെ പറ്റും, ഒരു ബാഗ് പരിശോധിക്കാൻ പറ്റും. ആ സ്ഥാനത്ത് 5 കിലോ കഞ്ചാവ് കടത്തുമ്പോൾ കിട്ടുന്ന ലാഭം 10 ഗ്രാം MDMA കടത്തിയാൽ കിട്ടുമെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു കുട്ടിയെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഫോണിന്റെ കവറിനകത്താണ് 10 ഗ്രാം MDMA വെച്ചിരുന്നത്. ഫോൺ വിളിച്ചുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ വരികയാണ്. സ്വാഭാവികമായിട്ടൊരു ഇല്ലെങ്കിൽ അത് പിടിക്കാൻ ഒരു കാരണവശാലും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇതൊരു അപകടകരമായ അവസ്ഥയിൽ പോന്നു. അത് എത്രമാത്രം ഫലപ്രദമായി നമുക്ക് നേരിടാൻ പറ്റുമെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇവിടെ പറഞ്ഞ പോലെ സിനിമ പോലുള്ള മേഖലകളിൽ 10-25 ലക്ഷം മുടക്കി ഒരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കുന്നത് ഒരു 3 മാസം MDMA കടത്തുമായി നിന്നാൽ അവന് 25 ലക്ഷം സമ്പാദിക്കാൻ പറ്റുമെന്ന് അവന് തോന്നുകയാണോ? അതാണ് ഇതിനകത്ത് വരുന്ന ഒരു മാഫിയ. ഈ പുതിയ സിനിമ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കൂട്ട് സിനിമ വരുന്നതിന്റെ കാരണം ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു റൂട്ട് തന്നെ അവര് ക്രിയേറ്റ് ചെയ്യാണല്ലേ? അതെ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി അഭിനയിക്കാനോ എഴുതാനോ ഒക്കെ താല്പര്യമുള്ള ചെറുപ്പക്കാർക്കെല്ലാം ഒരു സിനിമാ മോഹമുണ്ട്. അപ്പൊ പലരെയും ആ സിനിമാ മോഹം പൂവണിയാതെ പോകുന്നതിന്റെ കാരണം ഇതിന്റെ സാമ്പത്തികമാണ്. പണം മുടക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവര് 4-5 പേര് കൂടിയിട്ട് തന്നെ ഇവര് പണം മുടക്കുകയാണ്. എവിടുന്നാണെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിൽ അതിനുള്ള സോഴ്സ് ഇല്ല. പക്ഷെ ഇവര് പണം ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിന്റെയൊക്കെ പിന്നിൽ ഇത്തരം ലഹരിയുടെ മാഫിയ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ ഇതൊന്നും പലപ്പോഴും പിടിക്കപ്പെടുന്നില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇന്നലെ ആറ്റിങ്ങൽ 1.5 കിലോ പിടിച്ചു, പിന്നെ കൊച്ചിയിൽ കാക്കനാട് പിടിച്ചു. ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം തന്നെ 1.5 കിലോ പിടിച്ചെങ്കിൽ പിടിക്കാതെ 1.5 കിലോ എവിടെങ്കിലും ഒക്കെ വിറ്റിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുമാത്രമല്ല, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ സമൂഹവും ഒരു പ്രതിസ്ഥാനത്ത് വരേണ്ടതല്ലേ? കാരണം ഈ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ യൂട്യൂബർ അത്തരത്തിലൊക്കെ വലിയൊരു സ്വാധീനം അവർ ചെലുത്തുമ്പോൾ സമൂഹവും അവരെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതും അവർക്കതൊരു മറയായി അവർ ഉപയോഗിക്കുന്നതും. സമൂഹത്തിന് ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് ഇല്ല. നമ്മളിപ്പോ ഒരു 10-25 വർഷത്തിന് മുമ്പുള്ള ഒരു കമ്മിറ്റ്മെന്റ്, സമൂഹത്തിനുണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇന്നത്തെ സമൂഹത്തിനില്ല. കാരണം ഇന്ന് എല്ലാവരും അവരിലേക്ക് ഒതുങ്ങി മാറുകയാണ്. നമ്മുടെ വീട്ടിലൊരു 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ 4 പേര് 4 യൂണിറ്റ് പോലെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുവാണ്. ആ കുറഞ്ഞു വരുന്നതിന്റെ ഭാഗമാണ് ഇത്തരം മാഫിയകൾ വളർന്നു വരുന്നതും. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൂടുന്നു, എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടുന്നു. ഇപ്പൊ മക്കളുടെ ഒരു സ്വകാര്യതയിൽ പോലും അച്ഛനും അമ്മയും ഉപദേശിക്കാനോ അവരെ ഇന്നത് വേണം ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നൊരു കാലഘട്ടം തന്നെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും മക്കൾ പോലും പിടിക്കപ്പെടുമ്പോഴാണ് അച്ഛനും അമ്മയും അറിയുന്നത് മോൻ ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നു. മോന്റെ അവസാനം ആവശ്യം പോലെ കാശും കാര്യങ്ങളും ഒക്കെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടാവാം. പക്ഷെ അപ്പോഴും പറയുന്നത് എന്താണ്, വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഉണ്ട്, ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന കാശാണെന്നൊക്കെയാണ് വീടുകളിൽ പറഞ്ഞ് ധരിപ്പിച്ചു വെക്കുന്നത്. പക്ഷെ പിടിക്കപ്പെടുമ്പോഴാണ് മകൻ LSD സ്റ്റാമ്പിന്റെ മാഫിയായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നോ MDMA ആയിട്ട് ബന്ധമുണ്ടായിരുന്നെന്നോ രക്ഷാകർത്താക്കൾ പോലും അറിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.